വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡ് കൂടെ ഒഴുകുന്ന കാട്ടരുവിയാണ് ഇത്. കാട്ടിൽ നിന്ന് വരുന്ന അരുവി ആയതുകൊണ്ട് ഇതിനെ കാട്ടരുവി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ മാവിൽ ഇന്നലെ മാങ്ങ പറിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വള്ളി ഉണ്ടാ കിടക്കണേ. അങ്ങനെ പറിച്ച് മാങ്ങ പഴുത്തിന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് നമ്മൾ രണ്ട് ഈ വെള്ളത്തിൽ കഴുകിയെടുക്കാൻ വന്നതാണ്. മാങ്ങ പറിച്ചപ്പോൾ പുഴു അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂവ് അരച്ച് വെച്ചാണ് ആ കല്ലിലപ്പുറം കാണുന്നത്. നല്ല സൂപ്പർ മാമ്പഴമാണ് കേട്ടോ. മാമ്പഴത്തിൻ്റെ മധുരം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും. മാമ്പഴം കണ്ടപ്പോൾ സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തവണ കിട്ടിയ മാങ്ങയ്ക്കും മാമ്പഴത്തിനൊന്നും ഒരു കയ്യും കണക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഈ തവണ നമുക്ക് മാങ്ങ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് മാമ്പഴം കിട്ടാൻ തുടങ്ങിയതായിരുന്നു. നിച്ചൂസാണെങ്കിൽ മാങ്ങാപ്പഴമൊക്കെ തിന്നിട്ട് ഫുൾ ടൈം അവിടെ വെള്ളത്തിൽ തന്നെയായിരുന്നു. മഴ പെയ്തപ്പോൾ ഒരു അവൾക്കാണെങ്കിൽ കൊടയും ചൂടി വെള്ളത്തിൽ പോകണമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കുകയും ചെയ്തിട്ട്. അപ്പോൾ അവിടെ അമ്മയ്ക്കാണെങ്കിൽ പേടിയായിരുന്നു ആൾക്ക് പനിയൊക്കെ പിടിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ പറയും കുഴപ്പമില്ല, കാരണം ഇമ്മ്യൂണിറ്റി കൂടണമെങ്കിൽ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്നാണല്ലോ പറയണേ. പിള്ളേർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമാണെന്നേ. ചിറ്റയാണെങ്കിൽ നമ്മുടെ ബെല്ലേനെയാണെങ്കിൽ നടത്താൻ കൊണ്ടുപോയതാണ്. മഴ വരാണ്ടിട്ട് രണ്ടാളും കൂടെ കൂടി ഓടി വരുവാണ്. മഴയെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ പോയി. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഇമാതിരി കുറേ കാട്ടുതന്നെ ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.